നമ്മളെ നിയന്ത്രിക്കണം ആദ്യം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞ ദുആയുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന്റെ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ തോന്നലുകള്, നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്. അല്ലാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം. ഈ ദുആ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബേ ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റബ്ബേ. വസക്കിഹാ, എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ, എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ്, ഇതെല്ലാം നീയല്ലയോ റബ്ബേ, നീയല്ലയോ എന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികള് ഈ ദുആ പഠിച്ചു വെക്കണം. ഒന്ന് ചൊല്ലി നോക്കൂ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഒരുപക്ഷേ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത്. എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ദുആ ഇറക്കണം. റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഒരു നേരത്തെ, ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷഹ്വത്ത്, വൈകാരികമായ ഒരു ചിന്ത, ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ, ശറഅനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തുചാട്ടമോ ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും. അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. മഹാനായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് ശരീരമാസകലം മെലിഞ്ഞുണങ്ങിയിട്ട് മഹാൻ പറയുന്നു, വല്ലാഹി ഇൻഷാ അല്ലാഹു ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിശത്തിൻ അബദാ. അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു റബീഉ റളിയല്ലാഹു അൻഹു, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ? ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിശത്തിൻ അബദാ. എന്നോട് അല്ലാഹു ഒരിക്കലും എന്തുകൊണ്ട് റബീഅേ നിങ്ങൾ ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും കാതുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും നാവിന് വ്യഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിനും വ്യഭിചാരമുണ്ടെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി വിടുന്നത്, ടൈപ്പ് ചെയ്യുന്നത്, വാട്സപ്പിൽ വിടുന്നത്, ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്, മോശപ്പെട്ട മനുഷ്യനെ വികാരപ്പെടുത്തുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കിളി പൈങ്കിളി കഥകൾ എഴുതിവിടുന്ന ആളുകളുടെ വിരൽ തുമ്പുകൾ ചെയ്യുന്നത് ഒരു വ്യഭിചാരമാണ്. അത് വായിക്കുന്നവന്റെ കണ്ണ് ചെയ്യുന്നത് വ്യഭിചാരമാണ്. അത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അത്തരം വിഷയങ്ങൾ അറിയാനും ആസ്വദിക്കാനും നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം ഒന്നുകിൽ ശരിവെക്കും, അല്ലെങ്കിൽ അതിനെ എതിർക്കും. ശരിവെച്ചാൽ അതിനർത്ഥം അവൻ ശരിയായ തിന്മയിൽ ചെന്ന് പതിക്കുന്നു. മഅദല്ലാഹ്. അതുകൊണ്ട് ഈ രണ്ട് കവിതകളുടെ ആശയം വളരെ വലുതാണ്. നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴോ ആരാരും അറിയില്ലെന്ന് തോന്നുമ്പോഴോ
നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ പറയണേ, എന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. الله നമുക്ക് ആ ബോധം നൽകട്ടെ. നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള കഴിവ്. നാളെ ഖബറിൽ പോയി കിടക്കുമ്പോ വേണ്ടില്ലായിരുന്നുവെന്ന് പശ്ചാത്തപിക്കുന്ന, നമ്മളെ തെറി പറയുന്ന, നമ്മളെ ശപിച്ചു കളയുന്ന ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവരുതേ. നാളെ മഹ്ശറായിലേക്ക് നമ്മുടെ കിതാബ് നൽകപ്പെടുമ്പോ, യാ അബ്ദി, എന്റെ ദാസനെ, ഹൽ വലമക ഹഫളതി, നിന്റെ കർമ്മങ്ങൾ എഴുതി വെക്കാൻ ഞാൻ നിശ്ചയിച്ച എന്റെ മലക്കുകൾ, എന്റെ ഉദ്യോഗസ്ഥന്മാർ നിന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് നീ ചെയ്തുവെന്ന് നിന്റെ പേരിൽ എഴുതി വെച്ചതാണോ? എന്റെ മലക്കുകളോട് നിനക്ക് വല്ല അന്യായം തോന്നുന്നുണ്ടോ? നീ ചെയ്യാത്തത് അവർ ചെയ്തു എന്ന് പറയുകയും നീ ചെയ്ത നന്മകളെ അവർ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്ന നേരത്ത്, യാ വൈലതാ യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ എന്ന് നാശമേ, എന്റെ നാശമേ എന്ന് വിളിച്ചു പറയുന്നൊരു ഗതികേട് അല്ലാഹു നമ്മൾ ആർക്കും വരുത്താതെ റബ്ബ് തആല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇമാമുനാ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എഴുതി വെച്ച മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി മാ കദബ്തു കദിബതൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. വലഗ്തബ്തു മുസ്ലിമാ, ഒരു മുസ്ലിമിനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. മുൻദു അലിംതു അന്നൽ ഗീബത തസ്രി ബി അഹ്ലിഹാ, ഗീബത്ത് ദോഷമാണെന്നും അത് തെറ്റാണെന്നും ഞാൻ മനസ്സിലാക്കിയ നാള് മുതൽ ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇതൊരു ധൈര്യമാണ്. നമുക്കത് പറയാൻ കഴിയോ? വലഗ്തബ്തു മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെയും ഞാൻ ഗീബത്തും പറഞ്ഞില്ല. ഇത് പറയാനുള്ള ഒരു കരുത്ത്, ഒരു തരത്തിലുള്ള ധൈര്യം മഹാനായ ഇമാമുനാ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് മുഅ്മിനേ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, തിന്മകൾ കാണുമ്പോൾ ആ തിന്മകൾ തിന്മയാണെന്ന് വിളിച്ചു പറയാനും തിന്മകളെ തിരുത്താനും, തിന്മകൾ നടക്കാതെ ഈ രാജ്യത്തെ, നമ്മുടെ നാടിനെ, മനുഷ്യ സമൂഹത്തെ മൃഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയവർക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് ഇടപെടേണ്ട അനിവാര്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അവനവന്റെ ചിന്തകളും ആശയങ്ങളും ഒരാളെയും വേദനിപ്പിക്കാതെ എന്നാൽ തെറ്റുകൾക്ക് തിരുത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള മീഡിയ സംവിധാനങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടൊരു തിരുത്ത് നമ്മൾ കൊടുത്തില്ല എന്ന് അള്ളാഹു ചോദിച്ചാൽ, ഞാൻ പറഞ്ഞാൽ അത് ആര് കേൾക്കാനാണ് എന്ന് ഒരു മറുപടി 21ാം നൂറ്റാണ്ടുകാർക്ക് പറയാൻ കഴിയില്ല. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉള്ള കാലത്ത് തിന്മകളെ തിന്മകളായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്യേണ്ട അനിവാര്യത ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയവരുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ പെട്രയെ കുറിച്ച് പറയും. ജോർഡാനിന്റെ ഭാഗമാണ് പെട്ര. ജോർഡാനിന്റെ അപ്പോ അല്ലാഹു ഖൈറാക്കി തരട്ടെ. സഹോദരിമാരെ ഭാഗത്തേക്ക് കൊണ്ടുവരണ്ട, അവർ ഭാഗത്തേക്ക് കൊണ്ടുവരും. എല്ലാവർക്കും തികയോ? അത് കഴിഞ്ഞിട്ട് മതി, ബാക്കി നമുക്ക് ബക്കറ്റ് കൊടുക്കാം. ആർക്കെങ്കിലും സ്വതക്ക ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. സൗണ്ട് പെർഫെക്റ്റ് ആണ്. സൂറത്തുൽ മാഇദ ഒരു വിഭാഗം ആളുകളെ രണ്ട് പ്രവാചകന്മാർ ശപിക്കാൻ കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവരാരും എതിർക്കാത്തവരായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടുകാരെ പറ്റി അറിയും. ചിലർ പറയില്ലേ, ഓനെ കുറച്ച് അഫയർ പ്രശ്നമുണ്ട്, ഓൻ പെണ്ണിന്റെ ആളാണ്, ഓൻ കള്ളിന്റെ ആളാണ്, ഓൻ മയക്കും വരുന്ന്, ഒന്ന് മയങ്ങനുണ്ട്, ഓൻ പെയിന്റ് അടിക്കുന്നുണ്ട്, ഓൻ അതുണ്ട്. പല പെയിന്റ് പണിനെ കുറിച്ചല്ല പറഞ്ഞത്.
മയക്കുമരുന്നിന്റെ പല കോഡ് ഭാഷകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതറിയുന്ന കൂട്ടുകാരെ അത് ഓൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യണില്ലല്ലോ. അങ്ങനെയല്ല, നീ അത് ചെയ്യല്ലടാ. നീ ഇങ്ങനെ മരിച്ചാൽ അള്ളാന്റെ അടുത്ത് മയക്കുമരുന്ന് അഡിക്ഷനിൽ നീ നിന്റെ മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിച്ചാൽ നീ പോകുന്ന നരകത്തിലേക്കല്ല. യുഹ്ശറുന്നാസു അലാ മാ മാതു അലൈഹി. നിങ്ങൾ എങ്ങനെയാണോ മരിക്കേണ്ടത് അങ്ങനെയാണ് നാളെ പരലോകത്ത് പുനർജന്മം നൽകുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നീ ഇങ്ങനെ മരിച്ചാൽ നിനക്ക് അദാബല്ലടോ. നാളെ നിന്റെ പരലോകം എന്നേക്കുമായുള്ള നിന്റെ ഒരു ജീവിതം ഒരു നേരത്തെ ഒരു ആസ്വാദനം കൊണ്ട് നീ നശിപ്പിക്കണോ? കൂട്ടുകാര് പറയണം. കൂട്ടുകാര് സുഹൃത്തിനോട്, പെണ്ണ് പെണ്ണിനോട്, ആണിനോട്, കൂട്ടുകാരോട്, കൂട്ടുകാരികൾ കൂട്ടുകാരികളോട് തിന്മയിൽ നിന്ന് മോചിപ്പിക്കണം. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കറിയാം, കൂട്ടുകാർക്കറിയാം. അവർ വലിയ രസത്തിലാ പറയാം, അതും അവന്റെ ഫ്രണ്ട് നമുക്കറിയാം. നീ എന്തെങ്കിലും ഇടപെട്ടോ, അവരോട് പറഞ്ഞോ ഇത് തിന്മയാ, ചെയ്യരുത്, അരുതാത്തതാണ്, അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരു വിവാഹത്തിലൂടെയുള്ള ഒരു കുടുംബജീവിതമല്ലാതെ വഴിവിട്ട ഈ ബന്ധങ്ങൾ പാടില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ കൂട്ടുകാരനോട്, നിന്റെ കൂട്ടുകാരിയോട്. ഒരു വിഭാഗം ശപിക്കപ്പെട്ടു. ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടൂല എന്നല്ലേ. റഹ്മത്ത് കിട്ടാതിരുന്നാൽ അവരുടെ കൂടെയുണ്ടാകുന്നത് പിശാചാണ്. പിന്നെ അവരുടെ തലയിൽ പലതും വരും. മക്കളെ അറുത്തു കൊല്ലുന്നതും, കാമുകന് വേണ്ടി ഭർത്താവിനെ തലക്കടിച്ചു കൊല്ലുന്നതും, വീടും കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരു നേരത്തെ തലക്ക് പിടിക്കുന്ന ഒരു ഭ്രാന്ത് കൊണ്ട് പ്രേമം തലക്ക് കയറി 2 കുഞ്ഞിന്റെ ഉമ്മയും 3 കുഞ്ഞിന്റെ ഉമ്മയും 2 കുഞ്ഞിന്റെ വാപ്പയും 3 കുഞ്ഞിന്റെ വാപ്പയും ഇറങ്ങി ഓടുന്നതും പിശാച് തലയിൽ കയറിയത് കൊണ്ടല്ലേ. ഒരു നേരം ബോധം ഉണ്ടെങ്കിൽ ഇത് ചെയ്യോ? അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് വണ്ടി നിൽക്കുമ്പോഴാണ് ഓർമ്മ വരും, എന്തിനിപ്പോ ഞാനിതൊക്കെ ചെയ്തത്? ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണിപ്പോ ഞാൻ ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ചത്? കോടതി വരാന്തകളും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇതിനായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാര്യം കൈവിട്ടു പോയിട്ടുണ്ടാകും. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവര് ചെയ്യുന്ന തിന്മകൾ കാണുമ്പോൾ അവരാരും അത് എതിർക്കാറില്ലായിരുന്നു. നബി തങ്ങൾ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നവർ അവരോടൊരു വെറുപ്പ് തോന്നാതെ വൈകുന്നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണല്ലോ അനഹുമുല്ലാഹു വഹവലഹും ഖിറദതൻ വഖനാസീർ, അല്ലാഹു അവരെ കുരങ്ങുകളായും പന്നികളായും രൂപം മറിച്ചത്. അതിന് കാരണം തിന്മകളോടൊരു വെറുപ്പ് തോന്നാത്തത്. ആദ്യം തിന്മകളോട് വെറുപ്പ് തോന്നണം. ബാങ്ക് പലിശയാണ്, ബാങ്ക് ജോലി പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അത് ഏത് രാഷ്ട്രീയ സംഘടനക്കാർ നേതൃത്വം കൊടുത്താലും ബാങ്ക് പരിപാടി നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമു തന്നെ. അതിനൊന്നും നമ്മള് സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അത് ഹലാലും ഹറാമും ആഖിറവും പരലോകവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നുണ്ടാവും. അവര് നടത്തിക്കോട്ടെ. നമ്മൾ പറഞ്ഞു ഒരു ജോലിയും കിട്ടിയില്ല, ബാങ്ക് ജോലി കിട്ടിയ നാട്ടില് ബാങ്ക് മാനേജറായി ജോലി കിട്ടിയ ഞാൻ കയറുമായിരുന്നു. റെക്കമെൻഡേഷൻ നടക്കുക. നമ്മുടെ പാർട്ടി നേതാവ് ഉണ്ടല്ലോ, ജില്ലാ നേതാവിന്റെ കാല് പിടിച്ചേക്കാം. എന്തിന് നമ്മൾ നടക്കുന്നു? ഒരു ഹറാമ് നമ്മൾ ചോദിച്ചു വാങ്ങാനോ വെറുതെ കിട്ടിയെടുക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മളെന്താ പറയാ, എന്താ ശമ്പളം 70,000, 80,000, 1 ലക്ഷം, 1.5 ലക്ഷം, പിന്നെ എടുത്തൂടെ? നമുക്കൊക്കെ എന്ത് ഈമാൻ. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുടേത്. പലിശയുടെ ഇടപാടുകളോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സിസ്റ്റം ലോകത്തുണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായ രംഗത്ത് അവന് സഹായം കൊടുക്കുന്ന കാശ് കൊണ്ട് അവനെ ചൂഷണം ചെയ്യരുത്. പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ഒരു മുസ്ലിമിന് എടുക്കാൻ പറ്റൂല. അതിന് ഞാൻ ആര് എതിർത്ത് എന്ത് ക്ലിപ്പിറക്കിയിട്ടും കാര്യമില്ല. മുസ്ലിമിനത് പറ്റൂല. ഞാൻ മുസ്ലിമിനെ പറയുന്നത്. മുസ്ലിം അല്ലാത്ത പലരും ഇതൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കേട്ടേക്കാം. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ മതി. ഇത് മുസ്ലിമീങ്ങളോട് ഈമാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. നമുക്കത് പാടില്ല. വെറുതെ കിട്ടിയാലും പാടില്ല. കിട്ടിയ തരക്കേടില്ല എന്നാണ് മനസ്സിലുള്ളത്. അപ്പൊ തിന്മയോട് വെറുപ്പില്ല എന്നല്ലേ അർത്ഥം. അത് കുറ്റകരമാണ്.
നാളെ പരലോകത്തേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ ബിഅഅമാലിൻ കജിബാലി തിഹാമത ബൈളാ യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ മലകളോളം വരുന്ന അമലുകളുമായി വരുന്നവര്. മലകളോളം നമുക്കൊക്കെ നമ്മളെ അമല് ഈ സ്റ്റേജിന്റെ തറയോളം ഉണ്ടാവും. അല്ലാഹു അഅലം. മലകളോളം അമലുമായി വരുന്നവര് അല്ലാഹു പൊടിപൊടിയാക്കി കളയുമെന്നാണ്. അല്ലാഹു സ്വീകരിക്കൂല. ഭയങ്കരമായ ദിക്റും സ്വലാത്തും ഹജ്ജും കൊല്ലം ഉംറയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റമദാനിൽ ഹറമിൽ കുത്തിയിരിക്കുന്ന ആളാ. നാട്ടില് വട്ടിപ്പലിശേനെ പരിപാടി. ഒരു കാര്യമില്ല. ആകാശങ്ങ് പോയി എയർലൈൻസിൽ ലാഭായി എന്ന് മാത്രം, വേറൊന്നും കിട്ടിയില്ല. ട്രാവൽസ് يجعلها الله هباء منثورا جلهم لنا صفهم لنا يا رسول الله لئلا نكون منهم ونحن لا نعلم. നബിയെ അത് ആരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ? ആരാണ് അല്ലാഹു അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നവർ? ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആരാണെന്നറിയുമോ? നമ്മൾപ്പെട്ടവരെ, നമ്മുടെ ആശയങ്ങളുള്ളവരെ, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ. أولئك قوم إذا خلوا بمحارم الله انتهكوها. അല്ലാഹുവിന്റെ ഒരു ഹറാമിന്റെ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവര് ചെയ്തവരാണെന്നല്ല ഖുർആൻ പറഞ്ഞത്. ചെയ്തവരാണെന്നല്ല. ദീനിന് നേതൃത്വം കൊടുക്കുന്നവരെ, ഉസ്താദുമാര് വരും, മുഅല്ലിം, ചെറിയ ക്ലാസ്സിലെ 1-ാം ക്ലാസ് മദ്രസ പഠിപ്പിക്കുന്ന ആള് മുതല്, അങ്ങ് സ്വദർ മുതല്, വാദ് പറയുന്ന ആള് മുതല്, മുദർരിസ് മുതല്, ഖാദി മുതല്, ഖാദിൽ ഖുദാത്ത് മുതല്, എല്ലാവിധ മുഫ്തിമാരുടെ മുഫ്തിമാര് മുതല്, എല്ലാ ലോകത്തിന്റെ പണ്ഡിതന്മാര്, വിദ്യാർത്ഥിനികള് മുഴുവൻ, ഇൽമിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാ, ആരാരും അറിയില്ല എന്ന് കണ്ടാൽ, ഒരു തെറ്റിന് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുന്ന മനസ്സുള്ളവരായിരുന്നു. അത്തരം ആളുകളുടെ അമല് എത്ര വലിയ അമലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ വിഷയം എന്നറിയോ? ഈമാൻ കടന്നിട്ടില്ല. എന്തേ? തെറ്റ് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടൊന്നും കുരുത്തക്കേടില്ലാണ്ട് പോയതാണ്. നേരെ മറിച്ച് വ്യഭിചാരത്തിന്റെ അവസരമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാൾ വേണമെങ്കിൽ കിട്ടും, വേണമെങ്കിൽ വിളിച്ചാൽ ഇറങ്ങി വരും. അല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം റെഡിയാണ്. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് പറ്റിയ ടീമുണ്ട് നമ്മുടെ നാടുകളിലുള്ള. എനിക്കറിയില്ല ഇവിടുത്തെ നമ്മുടെ നെടുങ്കയത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമ്മുടെ വന്ന് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടവും തടാകങ്ങളൊക്കെ ഉള്ളൊരു കാടുകള് ഒക്കെ കള്ളും കുപ്പിയായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാര് കയറി കള്ളുടിക്കാൻ വരിക. പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞാൽ ആ നല്ല രസമുള്ള തണുത്ത കാറ്റടിച്ച് വീശുന്നിടത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല പുഴ ഉണ്ടല്ലേ, കേരളയിലെ പുഴക്കല്ലേ. ചൂടുകാലങ്ങളിൽ അവിടെ പോകുന്നവര് കള്ളും കുപ്പിയിട്ടാ പിന്നെ വരുന്നത്. രാവിലെ ചെന്ന് നോക്കുമ്പോ ഇവിടെ നല്ല മദ്യം പൊളി മാത്രല്ല, അതിന്റെ കൂടെ കള്ളും കുടിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ചെല്ലുന്നവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പേ എന്താണിത്? ഒരവസരം കിട്ടാത്തത് കൊണ്ട് ഇവനൊന്നും ചെയ്തില്ല. പക്ഷേ അവസരം കിട്ടിയവരൊക്കെ അടിച്ചു പൊളിച്ചു. എനിക്കും അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സെങ്കിൽ ഇത്തരം ആളുകളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയൽ ബാധ്യതയുണ്ട് നമുക്ക്. നമ്മുടെ നഫ്സിനോട് ആദ്യം പറയണം, പിന്നെ കൂടെയുള്ള ജനങ്ങളോട്. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല പറയണത്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബിനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ആണും പെണ്ണും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യലല്ല വിഷയം. തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാതെ ഇരിക്കുന്നവന്റെ കാര്യമാണ് വലിയ വിഷമുള്ളത്, പരിഭ്രമമുള്ളത്. ഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ.
തെറ്റുകാരിൽ ഏറ്റവും നല്ലവര്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് ആരാ? തെറ്റ് ചെയ്യുന്നവര് നല്ലവരുണ്ടോ? അതാരാ? അത്തവ്വാബൂൻ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. റബ്ബേ പറ്റിപ്പോയി പടച്ചോനെ, ആ നേരത്തൊരു ബോധം ഉണ്ടായില്ല, മാപ്പാക്കി തരണേ റബ്ബേ, പടച്ചോനെ പുറത്തുതാ, അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബേ, ഇതൊന്നും കേട്ടില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു റബ്ബേ. അങ്ങനെ ഒരു സംഘം കൂടി കോളേജിൽ നിന്ന് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അങ്ങനെ തിന്മ ചെയ്ത് 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 മടുത്തു. തിന്മയിൽ ഒരു സമാധാനവുമില്ലാതെ, ഒരു തിന്മ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു വ്യഭിചാരം ചെയ്തവന് രണ്ടാമത് ചെയ്യാൻ തോന്നും, വേറൊരുത്തിനെ കിട്ടാൻ തോന്നും, അവളെ കഴിഞ്ഞാൽ വേറൊരുത്തിനെ വേണ്ടി വരും, അവള് കഴിഞ്ഞാൽ വേറൊരുത്തിയെ. ദുന്യാവുന്നവന്റെ ആശ തീരൂല. സുബ്ഹാനല്ലാഹ്. ഇതാണ് തിന്മകളുടെ അവസ്ഥ. ഒരിക്കലും മനസ്സമാധാനം തരില്ല. നേരെമറിച്ച് നീ നിക്കാഹ് ചെയ്ത് നിന്റെ ഭാര്യയാണ്, നീ നിക്കാഹിലൂടെ സ്വീകരിച്ച നിന്റെ ഭർത്താവാണ് സഹോദരി, അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റേത് സംതൃപ്തിയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടങ്ങാത്തത്, ഒരിക്കലും അടങ്ങാത്ത ഒരു വികാരജീവിയായി മനുഷ്യൻ അടിമപ്പെടുകയാണ്. എന്തിന്? തിന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമോ?